ഹരേ കൃഷ്ണ. നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മളിന്ന് 2026 നമ്മൾ പൊതുവിൽ ജീവിതം രക്ഷപ്പെടാൻ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതുമായ, അതായത് ഗ്രഹദോഷങ്ങളെ മറികടക്കാൻ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുന്നു. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ പരസ്പരം ഇപ്പം നമ്മൾ തമ്മിലൊരു ഫാമിലി പോലെയാണ്. നമുക്ക് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും തന്ന് നന്നായിട്ട് പ്രോത്സാഹനം തരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ ജീവിതത്തിൽ മിക്കവാറുമുള്ള വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട്, അസ്ട്രോളജി എന്ന് പറയുന്നത് നമുക്കൊരു ഗൈഡ് ലൈനാണ്. അതായത് നമ്മൾ പോകുന്ന വഴികളിൽ ഗുണങ്ങളും ദോഷങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് നമുക്ക് വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അവിടെ നമ്മൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുക. അതായത് നമ്മുടെ യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങും കൊണ്ട് ജീവിതം വിജയിപ്പിക്കുക. ഇതിൽ നമുക്ക് വലിയ 10,000 മുടക്കിയുള്ള പൂജ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ റെമഡികളൊന്നുമില്ല. നമ്മൾ തന്നെ സ്വയം കറക്ഷൻ വരുത്തിയാലേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. അതേസമയം ജ്യോതിഷത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ദോഷങ്ങളെ ബേസ് ചെയ്തുള്ള ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ നമ്മുടേതായ ജപം, പ്രാർത്ഥന ഇതൊക്കെ വേണം. അപ്പോൾ ചിങ്ങക്കൂറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം, ഇത്രയും നക്ഷത്രങ്ങൾ കൊള്ളുന്ന ചിങ്ങക്കൂറിനെ സംബന്ധിച്ച് ഈ വർഷം നമ്മൾ പൊതുവിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, അഷ്ടമശനി ഉണ്ടെന്ന്. അപ്പോൾ അഷ്ടമശനി ഉള്ളപ്പോൾ നമ്മൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നമ്മുടെ ജീവിതത്തിൽ വരുന്ന രഹസ്യ ഇടപാടുകൾ, അതുപോലെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെ വരുന്ന അപ്രതീക്ഷിത സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ധനപരമായിട്ട്, അതായത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് നമ്മൾ ഈ പത്രവാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ, അവിഹിത മാർഗത്തിൽ ധനസമ്പാദനം, ഇതിനൊക്കെയുള്ള മാർഗം തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തെളിഞ്ഞു വരും എന്ന് പറയാൻ കാരണം 11 ലാഭസ്ഥാനത്ത് വ്യാഴം കൂടെ നിൽക്കുകയാണ്. നമ്മൾ അതിനകത്തൊക്കെ പിൽക്കാലത്ത് വരാവുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ബോധ്യപ്പെട്ട് അതിൽ നിന്ന് അകന്ന് നിൽക്കുക. അതുപോലെ തന്നെ ഉദ്യോഗത്തിലിരിക്കുന്നവർ, നമ്മളിരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് നമ്മളായിരിക്കും. അവിടെ ഈ അഷ്ടമശനി നിൽക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന തീരുമാനം, നമ്മൾ വയ്ക്കുന്ന ഒപ്പ്, ഇത് പിൽക്കാലത്ത് നമുക്ക് പ്രശ്നം വരരുത്. കാരണം പല ഓർഡറുകൾ അല്ലെങ്കിൽ പല കോൺട്രാക്റ്റുകൾ, പല രീതിയിലുള്ള അത്തരം കാര്യങ്ങളിൽ നമ്മൾ ആയിരിക്കും തീരുമാനം എടുക്കുകയും ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നത്. പിൽക്കാലത്ത് അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടൊക്കെ മാറിയാൽ നമ്മളായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഉദ്യോഗതലത്തിൽ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉത്തരവാദിത്വമുള്ള സാധനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കർമ്മ കാര്യത്തിൽ, കാരണം ശനി എന്ന് പറയുന്നത് കർമ്മകാരകൻ കൂടിയാണ്. കർമ്മകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളിനെ ഏൽപ്പിക്കരുത്. നമുക്ക് അതായത് നമ്മുടെ നല്ല സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ആരെങ്കിലും നമ്മളെ തൽക്കാലമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ലീവ് പറയാതെ തന്നെ നമ്മളെ ജോലികൾ മറ്റ് ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളെയൊക്കെ ഏൽപ്പിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ അതിൻ്റെ പണി വരും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ, നമുക്ക് ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. കാരണം നമ്മൾ ഒരല്പം അതിനകത്ത് ഒരു വീഴ്ച വരുത്തിയാൽ അത് നമ്മൾ സഹായിക്കേണ്ടവർ അവരുടെ കുറ്റമല്ല, നമ്മുടെ സമയം അഷ്ടമശനി ഉള്ളതുകൊണ്ട് അത് ദോഷമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ജന്മത്തിൽ പിന്നെ കേതുവൊക്കെ നിൽക്കുന്നതുകൊണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ സാഹസികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളിലും കുറച്ചൊരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. തീർച്ചയായിട്ടും ഗണപതി പ്രീതി വരുത്തുക, ചാമുണ്ഡി പ്രീതി വരുത്തുക. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പ്രാർത്ഥനയോ ജപമോ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽത്ത് വൈസ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ വർഷം വരാം.
അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഇത് വേണമെന്ന് മാത്രമല്ല, നമ്മൾ ചെറിയ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നാൽ തന്നെ അത് പിന്നീട് വലുതാവാതെ സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. ഇത്തരത്തിൽ ശ്രദ്ധിക്കണം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു ജൂൺ മുതൽ അങ്ങോട്ട് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നവർ, അതായത് സാമ്പത്തിക സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവർ, വലിയ സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ടി വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. കാരണം അപ്രതീക്ഷിതമായി ധനനഷ്ടം വരാവുന്ന സാഹചര്യങ്ങൾ വന്നെത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ജാഗ്രത പുലർത്തിയാൽ മതി. നമ്മുടെ സമയം സാമ്പത്തിക കാര്യങ്ങൾ അത്ര നന്നല്ല. അതുപോലെ തന്നെ ആരെയും സഹായിക്കാൻ പോകാതിരിക്കുക, കടം വാങ്ങാനും കൊടുക്കാനും പോകാതിരിക്കുക, സാമ്പത്തിക കാര്യങ്ങൾ ജാമ്യം നിൽക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വർഷം വലിയ ദോഷമില്ലാതെ പോകും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ്, ഭൂമിപരമായ ഇടപാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗുണമാണ്. കാരണം അതിൽ നയപരമായിട്ട് നമുക്ക് ഇടപെടാം. പക്ഷേ അതിലും സാമ്പത്തികം കൊണ്ടുള്ള, നമ്മൾ സാമ്പത്തികം മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ ബിസിനസ്സിൽ ജൂൺ മുതൽ അങ്ങോട്ട് പുതിയ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക മാറ്റങ്ങളോ ഒന്നും പെട്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ട. ഒരു വർഷത്തേക്കങ്ങ് അതിനെല്ലാം നമ്മൾ ഒരു സാവകാശം എടുക്കുക. പ്ലാനിങ് ആകാം, വലിയ സാമ്പത്തികം മുടക്കരുത്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓഹരി വിപണി, പിന്നെ നമ്മൾ ഊഹക്കച്ചവടങ്ങൾ, ഇങ്ങനെയുള്ളതിലൊന്നും സാമ്പത്തികം കൊണ്ടുപോയി മുടക്കാൻ പറ്റിയ സമയമല്ല. അതായത് നമുക്ക് അതിനകത്ത് ഷെയർ മാർക്കറ്റിലൊന്നും ഷെയർ മാർക്കറ്റ് ട്രേഡിങ്, ഇത്തരം കാര്യങ്ങളൊന്നും പൈസ കൊണ്ടൊന്നും മുടക്കി നമുക്ക് അതിൽ നിന്ന് ലാഭം വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ ഒരു വർഷം നന്നല്ല. അതേസമയം നമ്മുടെ സന്താനങ്ങളെ കൊണ്ട് ഗുണം വരും. സന്താനങ്ങൾക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും അവരെ ഒന്ന് ട്യൂൺ ചെയ്തെടുത്താൽ അവരുടെ ഫ്യൂച്ചർ നന്നാക്കി എടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. അതിനൊക്കെ നല്ല ഗുണം ചെയ്യും. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ചില അവസരങ്ങൾ, അതായത് പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ പരീക്ഷകൾ പാസ്സാവാനോ പരീക്ഷ അറ്റൻഡ് ചെയ്യാനോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യമുള്ളത്, ജൂൺ മുതൽ ഒരു വർഷം നന്നായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥനകൾ മുടക്കരുത്. കഴിയുന്നതും തിരുപ്പതി, ഗുരുവായൂർ പോലുള്ള മഹാപുണ്യക്ഷേത്രങ്ങൾ, വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം നന്നാവും. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. ഇതിൻ്റെ താഴെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും എല്ലാം അതിനകത്ത് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. കാരണം കോള് ഒരുപാട് വരുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തെന്ന് വരില്ല. അതുപോലെ തന്നെ നിങ്ങളെന്നും ഈ തരുന്ന സപ്പോർട്ട്, ലൈക്കും സബ്സ്ക്രിപ്ഷൻ തന്ന് എന്നും നമ്മൾ എല്ലാവിധ പ്രോത്സാഹനം തരണം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തരട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.